മോളെ ഗൗരി, ഞങ്ങൾ അമ്പലം മറന്നു പോവുക. കുറച്ച് ദൂരെയാ. പിന്നെ മാധവേട്ടന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ കൂടി ഒന്ന് കല്യാണത്തിന് വിളിക്കണമെന്നുണ്ട്. മുത്തശ്ശനും കേൾക്കണില്ല. അല്ലെങ്കിൽ പിന്നെ അവരെയും കൂടെ കൂട്ടായിരുന്നു. ഇനിയിപ്പോൾ മോൾ ഇവിടെ ഇരിക്കുകയെ നിർത്തിയുള്ളൂ. കണ്ണൻ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി ഇങ്ങ് വരും. ചിലപ്പോൾ ലാവണ്യ മോളും ഇനി വരും. നന്ദ പിന്നെ കൂട്ടുകാരുടെ കൂട്ടത്തിലെ ഏത് വീട്ടിലേക്ക് പോയതാ. അവനെ ഇനി നാളെ നോക്കിയാൽ മതി. മോളോട് പറഞ്ഞിട്ടാണ് പോയെന്ന് എന്നോട് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ നേരത്തെ തന്നെ വരാൻ നോക്കാം. ഇവിടെ നോക്കിക്കോണം. എനിക്കറിയാം നീ നോക്കുമെന്ന്. എങ്കിലും ഒന്ന് പറഞ്ഞതേ ഉള്ളു. എൻ്റെ പൊന്നു ലക്ഷ്മി, നീ ഒന്ന് നിർത്ത്. അവൾ കൊച്ചു കുട്ടിയൊന്നുമല്ല. നോക്കറിയാം എങ്ങനെ നോക്കണമെന്ന്. നീ വാ. ഇതേ പ്രിയം കേശവൻ നേരത്തെ തന്നെ റെഡിയായി വെളിയിൽ വന്ന് നിൽക്കുക. നീ ഇറങ്ങുക. അമ്മ പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളില്ല. ശരി ടാറ്റാ, സൂക്ഷിച്ചു പോ. ലക്ഷ്മി ആരെങ്കിലും വിളിച്ചായിരുന്നു മോളെ. ആ വിളിച്ചു മുത്തശ്ശി ആരവിടെ എത്തിയെന്ന് പറഞ്ഞു. കോവിലും നല്ല തിരക്കുണ്ടായിരുന്നു അത്രേ. ആ മോളെ, ഈ സമയത്ത് അല്ലെങ്കിലും അവിടെ തിരക്കൊക്കെ ഉള്ളതാ. ലാവണ്യ മോള് വന്നിട്ട് എവിടെ പോയി? മുറിയിലാണോ? ഞാൻ ഇവിടെ ഉണ്ട് എൻ്റെ പൊന്നു മുത്തശ്ശി. അമ്മ ഫോണും ചെയ്തു, അതാ ഞാൻ അങ്ങോട്ട് പോയത്. അമ്മയെ ചിലപ്പോൾ നാളെ വല്ലം വരുമായിരിക്കും. ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല, എന്നോട് ഇങ്ങനെയൊന്ന് പറഞ്ഞു വെച്ച്. എന്നാലും ലാവണ്യ മോൾ ഇവിടെ ഉണ്ടല്ലോ, അത് മതി. പിന്നെ മോളെ ഗൗരി, നന്ദു മേടിച്ചിട്ട് വന്ന താലി എവിടെ? പ്രിയ എന്നോട് പറഞ്ഞിരുന്നു താലിയും സാരിയും അവൻ മേടിച്ചിട്ടുണ്ടായിരുന്നെന്ന്. മോൾ അതിനെടുത്തിട്ട് മുത്തശ്ശി കാണട്ടെ. മുകളിൽ മുറിയിലിരിക്കുക, ഞാൻ ചെന്നെടുത്തിട്ട് വരാമേ മുത്തശ്ശി. ലാവണ്യ, ആ കഥയൊക്കെ നടച്ചേക്കണേ. ഇരുട്ട് വീണ് തുടങ്ങി. ഇനിയിപ്പോൾ കണ്ണട്ട വരുമ്പം തുറന്നാൽ മതിയല്ലോ. അയ്യോ മുത്തശ്ശി, നിങ്ങളൊക്കെ ആരാ? ശ്രീലേഖ, മക്കളെ, എവിടാ? ഇതെന്താ വിളിച്ചിട്ടാരും വിളി കേൾക്കാത്തത്? പിടിക്കവളെ. മുത്തശ്ശി, മുത്തശ്ശ. ലാവണ്യ എഴുന്നേക്ക്. ലാവണ്യ കേൾക്കുന്നുണ്ടോ? ലാവണ്യ, ഗൗരി. ഡോറിയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ കണ്ണ? ഇല്ലമ്മേ, അന്വേഷണം നടക്കുന്നുണ്ട്. ട്രേസ് ചെയ്യാൻ ഒരു എവിഡൻസ് പോലും ഇല്ലാതെ ലാവണ്യ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കിയായിരുന്നു അമ്മേ. ആ, ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാമെന്നാ പറഞ്ഞത്. ഇനിയിപ്പം മാലിന്യം എന്തുവാ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. കണ്ണ, ഒന്നും കഴിച്ചിട്ട് പോടാ. നീ ഒന്നും കഴിക്കാതെ ഓഫീസിലേക്ക് പോയാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. വിശപ്പില്ല ചേട്ടാമ്മേ. നന്ദി വിളിച്ചിരുന്നു, അവൻ ഫോൺ എടുക്കുന്നില്ലായിരുന്നു. ഇന്നലെ രാത്രി അങ്ങോട്ടേക്കാ പോയതാ. ഇന്ന് രാവിലെ വന്ന് കയറിയത്. ഫോൺ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കും. അതാ നീ അറിയാതെ പോയത്. എനിക്കറിയില്ല കണ്ണ ഇനിയിപ്പോൾ എന്താണെന്ന്. അവനെ കാണിച്ചു കൊടുന്ന് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗൗരിയെ കണ്ടുപിടിക്കാനാണെന്ന് പറഞ്ഞ് അവനെ ചെയ്യുന്നത് അവന് തന്നെ അറിയാം. നീ പറഞ്ഞ പോലെ തെളിവില്ലാതെ കണ്ടുപിടിക്കുന്നത് നടക്കുന്ന പരിപാടിയല്ലെന്ന്. ആരോട് പറയാൻ? അവനിങ്ങനെ ഊണമില്ലാതെ ഉറക്കമില്ലാതെ നടക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അമ്മ വിഷമിക്കണ്ട, ഞാൻ അവനെ കൊണ്ടൊന്ന് കാര്യം പറയട്ടെ. അല്ല, അച്ഛനും വലിയച്ഛനും കൂടി എവിടെ പോയി? അത് പിന്നെ മുത്തശ്ശനും ചിതാഭസ്മം എടുക്കുന്ന കാര്യത്തിന് വേണ്ടി എന്തോ തിരുമേനി കാണാൻ വേണ്ടി പോയതാ. ആ, പറഞ്ഞ പോലെ പോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ. ഞാൻ എൻ്റെ കാര്യങ്ങൾ വിട്ടുപോയി. എന്തായാലും ഞാൻ നന്ദുവിനെ ഒന്ന് കണ്ടിട്ട് ഓഫീസിൽ പോകുന്നുണ്ട്. എടാ, നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞത്? ഞാൻ വിചാരിച്ചു നീ ഇവിടെ കാണത്തില്ലായിരിക്കുമെന്ന്. അത് പിന്നെ ചാർജ് ചെയ്ത് തീർന്നപ്പോൾ പിന്നെ ഞാൻ കുത്തിയിടാൻ പോയില്ല, അതാ. ആ ബെസ്റ്റ്, ആരോട് പറയാം. എടാ നന്ദു, ഇത് ശരിയാകത്തില്ല. നീ ഇങ്ങനെ നടന്നാൽ ശരിയാകത്തില്ല.
നീ എപ്പോൾ തൊട്ട് ഈ ആൽക്കഹോളും കൂടെ അകത്താക്കാൻ തുടങ്ങിയത്? ഇത് ചുമ്മാ അമ്മമാരെ വിഷമിപ്പിക്കാന്നല്ലാണ്ട് വേറെ ഒരു പ്രയോജനമില്ലേ? എടൻ, ഇത് ഒരുപാടൊന്നുമല്ല, ഞാൻ കുടിക്കില്ലല്ലോ. ഇത് ചുമ്മാ എനിക്കൊന്ന് ഉറങ്ങണോടാ, പക്ഷെ പറ്റണില്ല. അതാ പിന്നെ ഒരു ഗ്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചത്. അല്ല, നിന്റെ അന്വേഷണം അവിടം വരെ ആയി. ഞങ്ങൾ പോലീസ് അന്വേഷിക്കുന്ന പോരാഞ്ഞിട്ടാണല്ലോ നീ ഇപ്പം അന്വേഷിക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലും കിട്ടിയോ? എനിക്കറിയില്ലടാ, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ നീ പറഞ്ഞ പോലെ തെളിവില്ലാതെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ നോക്കുന്നതേ ഉള്ളൂ. ഗൗരി ഇവിടെ നിന്ന് ഓടിപ്പോയെന്ന ലാവണിക്ക് ബോധം വന്നിട്ട് പറഞ്ഞത്. പക്ഷേ ഇവിടെ നിന്നും ഓടി എത്ര ദൂരം അവൾ പോകാനാ? ഇവിടെ നിന്ന് ഇപ്പോൾ പോയിട്ട് 3 മാസത്തോളമായി. ആരെങ്കിലും ഒരു ഹെൽപ്പില്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെ നിൽക്കാം? പിന്നെ ന്യൂസ് ചാനലുകളും മറ്റെല്ലാത്തിനും ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഉണ്ടെങ്കിൽ അവൾക്ക് നമ്മൾക്ക് തിരികെ വരാൻ പറ്റില്ലേ? എടാ, അതാണല്ലോ ഞാൻ നിന്നോട് ഉറപ്പിച്ച് പറഞ്ഞേ, അവൾ ഇപ്പോൾ കേരളത്തിലില്ല. ഒന്നെങ്കിൽ അവരാരോ തട്ടിക്കൊണ്ടുപോയി, അതല്ലെങ്കിൽ അവൾ എങ്ങനെയും വേറെ എവിടെയെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടാകും. അന്വേഷണം പല വഴിക്ക് നടക്കുന്നുണ്ട്, എന്തെങ്കിലും കണ്ടുപിടിക്കും. അല്ലാണ്ട് നീ ഇവിടെ ചുമ്മാ ഇങ്ങനെ നടന്നാ അമ്മമാർക്ക് വിഷമമാവും. സോ ഇങ്ങനെ നടക്കാൻ പാടില്ല, അത്ര തന്നെ. വാങ്ങുന്നു, നീ സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങിയാലേ നീ അങ്ങോട്ടേക്ക് പോകാൻ പൊക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് താഴെ പൊക്കോളാം, നീ ചെല്ല്. ആ, എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോവാം, നീ പിന്നെ താഴേക്ക് പൊക്കോണം. ശരി എന്നാ. ആ മോളെ, സുഖമാണോടാ? ഇപ്പൊ കുറവുണ്ടോ? ഇനി കുഴപ്പമൊന്നുമില്ല ലക്ഷ്മിയമ്മേ. കണ്ടില്ലേ, ഞാനിപ്പോ ഓക്കെയാ. മാലിന്യ എന്തിനാ എന്താ അവിടെ തന്നെ നിന്നത്? കയറി വാ. ഏട്ടന്മാർ രണ്ടുപേരും പോയിട്ട് ഇതുവരെ വന്നില്ലേ? ഞാൻ വിളിച്ചപ്പോൾ തിരുമേനിയെടുക്കുകയാണെന്നാ പറഞ്ഞു. അല്ല, കേസിന്റെ കാര്യങ്ങള് എവിടം വരെ ആയി? ഗൗരിയെ പറ്റി ഒരു വിവരവും ഇല്ലല്ലേ? അന്വേഷണം നടക്കുന്നുണ്ടെന്നാ പറഞ്ഞ്. വിവരമൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ അന്നേ പറഞ്ഞല്ലായിരുന്നു ആ പെൺകൊച്ചിനെ ഇവിടെ നിർത്തരുതെന്ന്. ഇപ്പൊ ഇത്രയൊക്കെ ഉണ്ടായി. ആർക്കറിയാം അവളുടെ ജാതി വല്ല ദോഷമുണ്ടോന്ന്. നാടും ഇങ്ങനെ നടന്ന് പണവും സ്വർണവും എടുത്ത് മനുഷ്യരെ കൊല്ലുന്നവരെ വന്നതിൽ അവളെന്ത് തെറ്റ് ചെയ്തിട്ടാ? അവളെ കാണുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഞങ്ങൾ. ആ, പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അന്വേഷിക്കട്ടെ. ആ, നന്ദോളം ഉണ്ടായിരുന്നു. ആ, ഞാനിവിടെ ഉണ്ടായിരുന്നു ചെറിയ. ആ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ? ഇനിയിപ്പോൾ എപ്പോഴാ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുന്നത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എല്ലാരും കഴിച്ചോ? ഇല്ലട മോനെ, ഞാൻ ഇവിടെ ഉണ്ട്. വലിയ എപ്പോ എത്തി? ആ, ഞാനാണല്ലോ താമസിച്ചെത്തി. ഇവിടെ പറഞ്ഞിട്ട് കാര്യം. ഞങ്ങളുടെ സംഗതിയിലേക്ക് വന്നു. കേസൊക്കെ എങ്ങനെ പോകും? ഗൗരിക്കുട്ടി എന്തെങ്കിലും വിവരമുണ്ടോ? അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിന് പുറത്ത് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളുടെ കാര്യം അറിയിക്കാനുള്ള പരിപാടി നടക്കത്തില്ല. വേഗം വെച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്കും.